പ്രോഗ്രാം നമ്പർ 45. ഒ രാജഗോപാൽ. കുറുപ്പ് മാസ്റ്റർ. പ്രിയപ്പെട്ടവരെ, ഒരു ശ്രദ്ധേയമായ തമിഴ് വരികളെ കൊണ്ട് തുടങ്ങാം. നിனைப்பதெல்லாம் നടந்து விட்டால் தெய்வம் ஏதுமில்லை, நடந்ததையே நினைத்து விட்டால் மனிதன் ஏதுமில்லை, தொடர்ந்த கதை முடிவதில்லை, இறைவன் ஏட்டினிலே, முடிந்த கதை തുടർവതില്ലേ മനിതൻ വീട്ടിനിലേ. അങ്ങനെ എനിക്കേറെ പ്രിയപ്പെട്ടവരെ, ഈ 45-ാമത്തെ യൂണിറ്റും ഞാൻ എന്നെപ്പറ്റി ആ ലളിതമായ സത്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. അതായത്, ഞങ്ങൾ ഒട്ടും സമ്പന്നരായിരുന്നില്ല. മറിച്ചും പറയണമല്ലോ, ഒട്ടും ദരിദ്രരുമായിരുന്നില്ല. ഒരു നൂൽപ്പാലം പോലെ ഒരു ജീവിതം അങ്ങനെ താങ്ങി നിർത്തി എന്ന് പറയാനാവും. എന്തൊക്കെയായാലും ജീവിതം എന്ന ആ പ്രഹേളിയുടെ മുന്നിൽ താണുകൊടുക്കാൻ വയ്യല്ലോ. വയറ്റുപിഴപ്പിന് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് അനിവാര്യമായിരുന്നു. ഡിഗ്രിക്ക് കെമിസ്ട്രി ആയിരുന്നു വിഷയം. റിസൾട്ട് വന്നതിന് ശേഷം ഇൻകം ടാക്സിലും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലും പരീക്ഷകൾ എഴുതി ഫലം തൊട്ടു തൊട്ടില്ല എന്നിരിക്കെയാണ് കോഴിക്കോട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ബി.എഡിൻ്റെ സെലക്ഷൻ കിട്ടുന്നത്. എൻ്റെ അമ്മയ്ക്കേറെ അതിഷ്ടമായി. കാരണം അടുത്ത ഗ്രാമത്തിൽ എവിടെയെങ്കിലും തൻ്റെ കുട്ടിയെ കാണാമല്ലോ എന്ന വിചാരമായിരിക്കാം. ഞാനും ആ ഒഴുക്കിൽപ്പെട്ടു. ഇപ്പോഴും ഒട്ടും ദുഃഖിക്കുന്നില്ല. 1-2 വർഷം കൂടുമ്പോൾ മാത്രം വീട്ടിൽ അവധിക്കെത്തുന്ന ഒരു പട്ടാളക്കാരൻ്റെ കൂടെയുള്ള ജീവിതമായിരുന്നല്ലോ എൻ്റെ അമ്മയ്ക്ക്. നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല. അന്നത്തെ ജീവിതഗന്ധിയായ ചില സിനിമാ ഗാനങ്ങൾ കൂടി പല ചെറുപ്പക്കാരെയും ഗ്രാമീണരെയും തദ്ഗ്രാമങ്ങളിൽ സജീവവും നിമ്നോന്നതമായ ഗ്രാമീണ ജീവിതത്തിലേക്ക് ആഴത്തിൽ സ്വാധീനിക്കുകയും മാടി വിളിക്കുകയും ചെയ്തിരുന്നു. ചില ഗാനങ്ങൾ, പ്രത്യേകിച്ച് കമുകറ പുരുഷോത്തമൻ്റെ ആത്മവിദ്യാലയമേ എന്ന് തുടങ്ങുന്ന ഗാനം, ഭാസ്കരൻ മാഷിൻ്റെയും രാഘവൻ മാഷിൻ്റെയും കൂട്ടായ്മകളിലുണ്ടായിരുന്ന കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി, മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല തുടങ്ങിയ ഗാനങ്ങളിലെ വലിച്ചടിപ്പിക്കുന്ന ഗ്രാമ്യത, ഇവയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു വല്ലാത്ത ബലഹീനതയായിരുന്നു. അത്രയൊന്നും ശ്രദ്ധേയനല്ലാതിരുന്ന ഈയിടെ മരിച്ചുപോയ അനിൽ പാച്ചൂരാൻ എന്ന കവി ഞങ്ങളുടെയൊക്കെ ഹൃദയഭാഷ്യം അദ്ദേഹത്തിന് അവസാനം എഴുതിയ സിനിമാ ഗാനത്തിലൂടെ എടുത്തു കാണിച്ചത് ഇങ്ങനെയായിരുന്നു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും എന്ന ശ്രദ്ധേയമായ വരികൾ മറക്കാനേ വയ്യ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രക്ഷിതാക്കളെ ജീവിതത്തിൽ എന്തെങ്കിലും പിടിവള്ളി കിട്ടിയാൽ ആദ്യമേ മറക്കുക എന്ന ഈ കാലത്ത് ദുരന്തമോ പ്രതിഭാസമോ എന്താണതിനെ വിളിക്കേണ്ടതെന്ന് പറയാൻ എനിക്ക് വയ്യ. നമ്മുടെ ചുറ്റും ഉയർന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ അതിൻ്റെ ദയനീയ സാക്ഷ്യങ്ങളാണല്ലോ. അസാധാരണ ദക്ഷിണാശാലിയായ മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിൽ കവി മധുസൂദനൻ നായർ അതിശയകരമാവിധം അതിമധുരമായി ആലാപനം നടത്തിയ അടരുവാൻ വയ്യ ഈ കാൺമതേ സ്വർഗം എന്ന മാഹി എന്ന മലയാളി ഗ്രാമത്തെപ്പറ്റി ഫ്രഞ്ചുകാരൻ സാഹിബിൻ്റെ മനസ്സിലിരിപ്പ് ഞങ്ങൾക്കെല്ലാം എന്ന പോലെ എനിക്കുമുണ്ടായിരുന്നു. പോരാ, ഞങ്ങളുടെയൊക്കെ ഗ്രാമത്തിൽ ഞങ്ങളെ തളച്ചിടാൻ തക്ക വരിവുണ്ടായിരുന്നു ആ വരികൾക്ക്. ഞങ്ങളുടെ തറവാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ, സർവരാലും അവഗണിക്കപ്പെട്ട് കടുത്ത ദാരിദ്ര്യത്തിൽപ്പെട്ട അമ്മൂല്യമ്മ എന്ന വൃദ്ധയായ സ്ത്രീ ഇടയ്ക്ക് എൻ്റെ അമ്മയോട് ഒന്ന് ചോദിക്കും, തങ്കമ്മോ, നിൻ്റെ കുട്ടിക്ക് ജോലിയൊന്നും ആയില്ലടി ഇതേവരെ എന്ന്. എല്ലാറ്റിനും ഒരു സമയമില്ലേ വല്യമ്മേ എന്ന എൻ്റെ അമ്മയുടെ തീരെ നിരാശയില്ലാത്ത സ്ഥിരം മറുപടിയായിരുന്നു അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തരം ഒരു മറുപടി വർഷങ്ങൾക്ക് ശേഷം
ഞാൻ കേട്ടത് സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയിലെ എല്ലാറ്റിനും ഒരു സമയമില്ലേ ദാസാ എന്ന ആ വരികളായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സത്യൻ അന്തിക്കാടിന് കുറ്റിപ്പുറം ഗ്രാമം ഒരു വരവേൽപ്പ് നൽകിയപ്പോൾ അന്തിക്കാടിനെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്ത് ഞാനിപ്പോഴും ഓർക്കുന്നു. മഹാനായ ഈ ചലച്ചിത്ര കലാകാരനെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങളുടെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു. അതങ്ങനെ നീണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ എല്ലാറ്റിനും ഒരു സമയമില്ലേ ദാസാ എന്നുണ്ടല്ലോ എന്ന എൻ്റെ ബോറടി സഹിക്കാനിട്ടാവാം അദ്ദേഹം എൻ്റെ പിന്നിൽ തട്ടി പറഞ്ഞു, മാഷേ മതി, ഇനി ഞാൻ സംസാരിച്ചോട്ടെ എന്ന്. അന്ന് ഞങ്ങളുടെ തറവാട്ടിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരുന്നു ആരോഗ്യവാനും കൃഷിക്കാരനുമായിരുന്ന പഞ്ചുണ്ണി വല്യച്ഛൻ. ഏതാണ്ട് 90 വയസ്സായി ഇരുന്നു അദ്ദേഹത്തിന്. ഒരിക്കൽ വൈകുന്നേരം ഞാൻ എന്തോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വന്നത്. അമ്മ കൊടുത്ത ചായ ഊതി കുടിക്കേ അദ്ദേഹം പറഞ്ഞു, എടാ രാജൻകുട്ടിയേ, നിനക്ക് ആ റെയിൽ വഴിക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്ന്. ഞാൻ വൈദ്യനാഥ സ്വാമിയോട് ഒന്ന് പറയാം. വല്യച്ഛൻ റെയിൽ വഴി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റെയിൽവേ എന്നാണ്. ഈ വൈദ്യനാഥ സ്വാമി ഞങ്ങളുടെ നാട്ടിലെ പഴയ ഒരു റിട്ടയർഡ് റെയിൽവേ സ്റ്റേഷൻ മാഷാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ചിരിച്ച ദിവസങ്ങളിൽ ഒന്ന് അതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്നേ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന വൈദ്യനാഥൻ സ്വാമിക്ക് എങ്ങനെയാണ് എനിക്ക് റെയിൽവേയിൽ ഒരു ജോലി സംഘടിപ്പിച്ച് തരിക എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. പിന്നെ ഞാനെങ്ങനെ ചിരിക്കാതിരിക്കും? അങ്ങനെ എൻ്റെ വിധി പോലെ തന്നെ കോഴിക്കോട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ആരാധ്യനായ പ്രിൻസിപ്പാൾ ശ്രീ കരിമ്പുഴി രാമകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ബി.എഡും കഴിഞ്ഞു. നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5-5.5 കിലോമീറ്റർ അകലെയുള്ള വള്ളിക്കുന്ന് MV ഹൈസ്കൂളിൽ താൽക്കാലികമായി ഒരു നിയമനവും കിട്ടി. ആകെ സന്തോഷം. എൻ്റെ പഴയ അധ്യാപകൻ കൂടിയായ ആരാധ്യനായ ശ്രീ VS കൃഷ്ണയ്യനായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. ഒരു വൻ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു സ്വച്ഛന്തതയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുക. അതെനിക്ക് ഏറെ ശക്തി പകർന്നു. സ്കൂളിൻ്റെ തെക്ക് ഭാഗത്തായി ഇതേ മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു ചെറിയ LP സ്കൂൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10ഓളം അധ്യാപകർ അവിടെയും ഉണ്ടായിരുന്നു. പ്രഗത്ഭനായ ലക്ഷ്മണൻ പരുത്തിക്കാട് എന്ന വ്യക്തിയായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു കസിൻ കൂടിയായിരുന്നു. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ സിദ്ധാർത്ഥൻ പരുത്തിക്കാടും ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മികച്ച TV അവതാരികക്കാരിൽ ഒരാളായ സ്മൃതി പരുത്തിക്കാട് എന്ന മിടുക്കി. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ലക്ഷ്മണേട്ടൻ്റെ LP സ്കൂളിൽ പോകാറും സംസാരിക്കാറുമുണ്ടായിരുന്നു. പക്ഷേ ഏറെ രസകരമായൊരു കാര്യം, ഉദയനാണ് താരം എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ അധ്യാപകൻ കുറുപ്പ് മാഷായിരുന്നു. ഒരു പ്രത്യേക ജനുസ് തന്നെയായിരുന്നു ഈ കുറുപ്പ് മാഷ്. ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് തന്നെ വള്ളിക്കുന്ന് LP സ്കൂളിലെ കുട്ടികളെ കണക്ക് പഠിപ്പിക്കാനായിട്ടാണ് എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. അതായിരുന്നു കുറുപ്പ് മാഷിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. അദ്ദേഹത്തിൻ്റെ സകല പെരുമാറ്റങ്ങളും അങ്ങനെ തന്നെ. ഒരു നീണ്ട വടിയും പിടിച്ച് അങ്ങനെ നടക്കും. താൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പൊരിഞ്ഞ അടിയാണ്. സ്കൂളിൽ വന്നു ചേർന്ന അന്നു മുതൽ അദ്ദേഹം 3-ാം ക്ലാസ്സിൻ്റെ ചാർജുള്ള അധ്യാപകനായിരുന്നു. ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ കുട്ടികൾ പേടിച്ച് മൂത്രമൊഴിക്കുമായിരുന്നു. ശിക്ഷയിൽ യാതൊരു ഇളവും ആർക്കുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുട്ടികളുടെ ഇടയിൽ പഴഞ്ചൊല്ല് പോലെ ഒരു ചൊല്ലുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് 2-ാം ക്ലാസ്സിൽ തോൽക്കണം, അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിലേക്ക് ഒറ്റ ചാട്ടത്തിന് ജയിക്കണം. ചോദ്യം: അതെന്താ അങ്ങനെ? ഉത്തരം: അതിലളിതം. 3-ാം ക്ലാസ്സിൽ കുറുപ്പ് മാഷുണ്ട്. കുറുപ്പ് മാഷിനെ കണ്ട് കുറച്ചു നേരം സംസാരിക്കണമെന്നും എനിക്കേറെ മോഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആർക്കും അങ്ങനെ മുഖം കൊടുക്കില്ല. എന്നെ തീരെ മൈൻഡ് ചെയ്തതേയില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അദ്ദേഹം അറിയാതെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഉള്ളത് പറയണമല്ലോ, അദ്ദേഹത്തിൻ്റെ
ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കുറുപ്പ് മാഷിൻ്റെ ശിഷ്യന്മാർ ഏറെയുണ്ടത്രേ. അങ്ങനെയിരിക്കെ അതാ ഒരത്ഭുതം പോലെ ഒരു ദിവസം അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നെപ്പറ്റി എ മുതൽ സെഡ് വരെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആദ്യം കുറേ നേരം എൻ്റെ മുഖത്തേക്ക് അങ്ങനെ കുറേ നേരം തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് വളരെ പതുക്കെ ചോദിച്ചു, ഡാഷ് വീട്ടിലുള്ളതാണല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. ഡോക്ടർമാരും തഹസിൽദാർമാരും വൈദ്യന്മാരും കലക്ടർമാരും ഒക്കെയുള്ള വീടല്ലേ? എന്നിട്ട് എന്തേ ഈ ഊച്ചാളി പണിക്ക് വരാൻ തോന്നിയത്? നല്ല വല്ല പണിക്കും പോവായിരുന്നില്ലേ? ഞാൻ സ്തംഭിച്ചു പോയി. സാധാരണ വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് മടങ്ങവേ വഴിയിലൊരു ട്യൂഷൻ സെൻറ്ററിൽ 1 മണിക്കൂർ ഇംഗ്ലീഷും കെമിസ്ട്രിയും ഞാൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞാൽ അവർ നല്ല ചൂടുള്ള നല്ല ചായയും എന്തെങ്കിലും പൊരിക്കടികളും നൽകാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അന്ന് അങ്ങനെയൊന്നും പതിവേ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ എവിടേക്കും പോയില്ല. 5.5 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തി. വൈകുന്നേരം ആഹാരം കഴിഞ്ഞാൽ കുറച്ചു നേരം അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാറുണ്ട്. അന്ന് ഈ കാര്യമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, കുറുപ്പ് മാഷ് പറഞ്ഞ കാര്യം. അമ്മ പറഞ്ഞു, നിനക്ക് എന്താടാ കുട്ടിയെ, എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും ആളുകൾ പെടാപാട് പെടുന്നത് നീ കാണുന്നില്ലേ? മേലോട്ട് മാത്രം നോക്കിയാൽ പോരാ, ഇടയ്ക്കൊക്കെ കീഴോട്ട് ഒന്ന് നോക്കണം, നെകളിക്കരുത് എന്ന് എന്തു പറയുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടായിരിക്കും. അന്നത് ഇങ്ങനെയായിരുന്നു, ഇരിക്കണേന് മുമ്പ് കാലി നീട്ടിയാൽ ഇരിക്കൊക്കെ തന്നെ വീഴും. അത് നിനക്കറിയാനില്ലേ? പിന്നെന്താ? പാവം അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ പ്രോഗ്രാം ഇങ്ങനെ കഴിയുന്നു. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം. അത് തുടക്കേണം, മിനുക്കേണം, തൈലമൊഴിക്കേണം, തിരിയിട്ടു കൊളുത്തേണം നമ്മൾ, എന്നും തിരിയിട്ടു കൊളുത്തേണം നമ്മൾ.